കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രവർത്തനം താളം തെറ്റുന്നു. കുടിശ്ശിക നൽകാത്തതിനാൽ കമ്പനികൾ മരുന്ന് വിതരണം നിർത്തി. നൽകാനുള്ള 30 കോടി രൂപ ലഭിച്ചില്ലെങ്കിൽ നിരാഹാര സമരത്തിലേക്ക് അടക്കം നീങ്ങാനാണ് വിതരണ കമ്പനികളുടെ തീരുമാനം. സ്റ്റെന്റ്, വാൾവ് തുടങ്ങിയവയുടെയും വിതരണമാണ് കമ്പനികൾ നിർത്തിയിരിക്കുന്നത്. മാസങ്ങളായി മുടങ്ങിക്കിടക്കുന്ന കോടിക്കണക്കിന് രൂപ ലഭിക്കാതായതോടെയാണ് വിതരണ കമ്പനിക്കാരുടെ തീരുമാനം. കുടിശ്ശികയായ 30 കോടി രൂപ നൽകാൻ സർക്കാർ ഉടൻ ഇടപെടണമെന്നാവശ്യപ്പെട്ട് സമരം ശക്തമാക്കാനും കമ്പനികളുടെ അസോസിയേഷനുകൾ തീരുമാനിച്ചിട്ടുണ്ട്. നിരാഹാര സമരത്തിലേക്ക് അടക്കം കടക്കാനാണ് തീരുമാനം. ഇന്നും കൊണ്ട് ഞങ്ങൾ എല്ലാവരും സപ്ലൈ നിർത്തിയിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് പണം കിട്ടിയല്ലേ പറ്റൂ. അപ്പോൾ എന്തായാലും ഒരു അനുകൂല തീരുമാനം മെഡിക്കൽ കോളേജ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലെങ്കിൽ ഞങ്ങൾ അതിശക്തമായ സമരപരിപാടികളായിട്ട് മുമ്പോട്ട് പോകും. നിരാഹാരം തുടങ്ങിയ രീതികളൊക്കെ ഞങ്ങൾക്ക് വശമുള്ളൂ. ഞങ്ങൾ കച്ചവടക്കാരായതുകൊണ്ട് മറ്റുള്ള സമരമാർഗ്ഗങ്ങളെ പറ്റിയൊന്നും ഞങ്ങൾക്കറിയില്ല. എന്തായാലും എല്ലാ പൊതുസമൂഹത്തിൻ്റെ ഒരു പിന്തുണയും കൂടി ഞങ്ങൾക്ക് ഉണ്ടാവണമെന്നാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ നിങ്ങളോട് പറയാനുള്ളത്. കാരുണ്യ ബെനവലന്റ് സ്കീം, സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതി പ്രകാരം സ്റ്റെന്റ്, ഗൈഡ് വയർ, ബലൂൺ വാൾവ് എന്നിവ നൽകിയ വകയാണ് കമ്പനികൾക്ക് തുക കിട്ടാനുള്ളത്. ആശുപത്രി സൂപ്രണ്ടിനടക്കം പരാതികൾ നൽകിയിട്ടും ഒരു ഇടപെടലും ഉണ്ടായിരുന്നില്ല. ജനുവരി 1 ആശുപത്രി സൂപ്രണ്ടിന് നോട്ടീസും നൽകിയിരുന്നു. സർക്കാരിന്റെ അടിയന്തര ഇടപെടൽ ഉണ്ടായിട്ടില്ലെങ്കിൽ മറ്റ് ആശുപത്രികളുടെയും പ്രവർത്തനം താളം തെറ്റാൻ തന്നെയാണ് സാധ്യത. ജനം, കോഴിക്കോട്.